വിവാഹമോചിതരായതും വിവാഹത്തിലൂടെ സ്ത്രീകൾ എന്ന് മാത്രമല്ല എല്ലാരും അനുഭവിക്കുന്നുണ്ട്. ഇത് തുടങ്ങിയത് എന്താ വെച്ചാൽ വിവാഹമോചനത്തിലൂടെ കടന്നു പോകുന്ന ചേട്ടനാണെങ്കിലും എനിക്കാണെങ്കിലും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവും. ആരുടെ തെറ്റാ എന്നുള്ളതല്ല, മാനസിക പ്രശ്നങ്ങൾ ഭയങ്കര മുറിവാണ്, ഭയങ്കര വിഷമാണ്. നമ്മളൊരു ഭയങ്കര പ്രതീക്ഷയോടെ ഒരു വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ ഇങ്ങളാണെങ്കിലും ഇതിൽ വിവാഹമോചനത്തിലുള്ളവർക്ക് എല്ലാവർക്കും ഒരു ഭയങ്കര വിഷമം ഉണ്ടാവും. ആ വിഷമത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്ക് ഒരു പരസ്പരം കൂടെ ഇരുന്ന് യു ആർ നോട്ട് എലോൺ, നമ്മൾ കൂടെ ഉണ്ട്. ഞാൻ എൻ്റെ കുടുംബത്തിൽ ചിലപ്പോൾ ഞാൻ മാത്രമേ ഇരിക്കൂ വിവാഹമോചനം. ഞാൻ ഒരു പെണ്ണായതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ എതിർത്ത് കേൾക്കല്ല. ഞാനൊരാണാണെങ്കിലും മോചനത്തിലൂടെ പോകുന്നതുകൊണ്ട് ഞാൻ അനുഭവിക്കുന്ന ഭയങ്കര മാനസിക വിഷമങ്ങളുണ്ട്. ഇതൊക്കെ സഹിച്ച് നമ്മൾ ഡിവോഴ്സ് ആയി കഴിഞ്ഞ് ഈ സമൂഹത്തിലേക്ക് ഇറങ്ങിയാൽ അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ കേൾക്കണം. ഈ കേൾക്കണതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു നമ്മളുണ്ട് കൂടെ, ഒറ്റക്കല്ല. എനിക്ക് ബ്രേക്ക് ഫ്രീ സ്റ്റോറീസ് എന്ന് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഇതൊരു മൂവ്മെൻ്റ് ആണ്. ഡിവോഴ്സ് എന്നുള്ളത് ഒരു മാനക്കേടല്ല, നമ്മളൊരു ഒരു മുറിവാണ്. ആ മുറിവ് ഉണങ്ങണം. ആ മുറിവിലോ ഡിവോഴ്സ് ആവാത്തവരെന്താ അറിയോ, ആവാത്തവരല്ല കേട്ടോ, സന്തോഷം ഇല്ലാത്ത വിവാഹത്തിൽ നിന്ന് ഡിവോഴ്സ് ആവാത്തവർ ഈ മുറിവും വെച്ച് ഇങ്ങനെ ജീവിക്കുക. എന്നിട്ട് ഓല അതും വെച്ച് പോവുകയാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ്റെ ആവശ്യം. സാർ, ഇവിടത്തെ ഒരു ചർച്ച പോകുന്ന എനിക്ക് തോന്നിയത് ഡിവോഴ്സിന്റെ കാരണം എപ്പോഴും ഡവറിയോ അലിമോണിയോ ആവണമെന്നില്ല. ഡിവോഴ്സിന് പല കാരണങ്ങളും ഉണ്ടാവാം. രണ്ട് ആളുകൾ തമ്മിൽ ഒരുമിച്ച് ചേരുമ്പോൾ ഇവിടെയുള്ള ആരും പെർഫെക്റ്റ് അല്ല. എല്ലാവർക്കും അവരവരുടെ കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാവും. ആസ് എ പാർട്ട്ണർ ഒരാൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളുടേതായിട്ടുള്ള പാർട്ട്ണറുടെ കുറ്റങ്ങളും കുറവുകളും ആദ്യം അഡ്രസ്സ് ചെയ്യാണ് വേണ്ടത്. അതിന് ആരെയും പേഴ്സണാലിറ്റി അധപതിക്കേണ്ട ഒരു കാര്യമില്ല. അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്ന് മാഡം നേരത്തെ പറഞ്ഞില്ലേ, ദർ ഈസ് ഓൾവേസ് സം സോർട്ട് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് നീഡഡ്. പക്ഷേ അതൊരിക്കലും ഒരാളുടെ പേഴ്സണാലിറ്റീനെ ഇത് ചെയ്യല്ല വേണ്ടത്. ഇവിടെ ഇപ്പോൾ പറഞ്ഞില്ലേ, ഡിവോഴ്സ് ആണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഡിവോഴ്സ് ഉണ്ടാവും. കാരണം ഡവറി വൺ ഓഫ് ദ മേജർ റീസൺ ആണ്. ഡവറി കാരണമുള്ള ഡിവോഴ്സ് സത്യം പറഞ്ഞാൽ വളരെ കുറവാണ്. ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടെ, ഞാനിപ്പോൾ ഇങ്ങനത്തെ കേസുകൾ എൻ്റെ ഒപ്പിയിൽ ഇപ്പോൾ സൈക്കാട്രിസ്റ്റ് എടുത്താൽ ഞാൻ ഇങ്ങനത്തെ ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 മാസത്തിനിടയ്ക്ക് ഞാൻ എൻ്റെ ഒപ്പിയിൽ വന്ന കേസസ് എടുത്ത് നോക്കിയാൽ ഡവറി കാരണം പറഞ്ഞിട്ടുള്ളത് കുറവാണ്.